നമസ്കാരം. STV ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. സംഘടനാ പോരായ്മയും വ്യക്തിമേൽക്കോയ്മയും CITU പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗത്തിൽ പ്രധാന വിഷയമായി. ആവശ്യമായ തിരുത്തലുകൾ ഉണ്ടാകും. പാർട്ടി അച്ചടക്ക നടപടിക്കു ശേഷം PK ശശി പൊതുവേദിയിലെത്തി. ജില്ലാ കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് CITU ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്ന PK ശശി. സംവരണവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ അജണ്ട പിന്നോക്ക വിഭാഗക്കാരെ അടിമകളാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമെന്ന് കേരള ദളിത് പാന്തേഴ്സ് കൺവീനർ K. അംബുജാക്ഷൻ. നിയമപരിമിതികൾ ഉപയോഗപ്പെടുത്തി ചാതുർവർണ്ണത്തിലേക്ക് സമൂഹത്തെ നയിക്കാനാണ് സംഘപരിവാർ ശ്രമമെന്നും K. അംബുജാക്ഷൻ. സുപ്രീം കോടതിയുടെ ക്രിമിലെയർ ഉപസംവരണ വിധി ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ പാലക്കാട് പട്ടികജാതി പട്ടികവർഗ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തുറന്ന സംവാദം. പട്ടാമ്പി ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ CPM ലോക്കൽ സമ്മേളനങ്ങൾക്ക് തുടക്കം. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഏരിയയിലെ ആദ്യ ലോക്കൽ സമ്മേളനം നടന്നത് മുതുതലയിൽ. ഏരിയയിൽ നടക്കാനുള്ളത് 15 ലോക്കൽ സമ്മേളനങ്ങൾ. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തകർച്ചയിലായ ഷൊർണൂർ കുളപ്പുള്ളി പൊതുമരാമത്ത് റോഡിൽ നവീകരണ പ്രവൃത്തി പുനരാരംഭിച്ചു. റൂട്ടിൽ BM പ്രവൃത്തിക്ക് തുടക്കം. രാവിലെ പ്രവൃത്തികൾ ആരംഭിച്ചത് ഷൊർണൂരിലെ റെയിൽവേ മേൽപ്പാലം അടച്ചിട്ട്. തെക്കേ റോഡ് വഴി തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിട്ടെങ്കിലും ഗതാഗത ക്ലേശം രൂക്ഷമായി. 2 ദിവസത്തെ ബീവറേജ് അവധി മുതലെടുത്ത് അനധികൃത മദ്യവിൽപ്പനയ്ക്കിറങ്ങിയ പാലക്കാട് കല്ലേപ്പള്ളി സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. 30 ലിറ്റർ വിദേശ മദ്യം സ്കൂട്ടറിൽ ഒളിപ്പിച്ച് വിൽപ്പനയ്ക്കായി പോകുകയായിരുന്ന കല്ലേപ്പള്ളി സ്വദേശി ഹരി പിടിയിലായത് എക്സൈസിന്റെ വാഹന പരിശോധനയ്ക്കിടെ പാലക്കാട് നഗരത്തിൽ വെച്ച്. അഹിംസയുടെ പ്രവാചകനെ സ്മരിച്ച് രാഷ്ട്രം. ഗാന്ധി ജയന്തി ദിനത്തിൽ നാടെങ്ങും വിപുലമായ പരിപാടികൾ. വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസിന്റെ ഗാന്ധി സ്മൃതി. രാഷ്ട്രപിതാവിന്റെ ജന്മദിനത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനും സ്വച്ഛതാ ഹി സേവാ പ്രവർത്തനങ്ങളും ആഘോഷമാക്കി ഷൊർണൂർ നഗരസഭ. നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിക്കും ഷൊർണൂരിൽ തുടക്കം. മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും വിപുലമായ പരിപാടികൾ. വാർത്തകൾ വിശദമായി. പാർട്ടി അച്ചടക്ക നടപടിക്കു ശേഷം PK ശശി പൊതുവേദിയിലെത്തി. CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്നും തരം താഴ്ത്തപ്പെട്ടെങ്കിലും CITU പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്ന PK ശശി യൂണിയൻ ജില്ലാ കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പോരായ്മയും വ്യക്തിമേൽക്കോയ്മയും CITU ജില്ലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യ വിഷയമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതു സ്ഥാനാർത്ഥിയുടെ കനത്ത പരാജയത്തിൽ CITUവിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് സംബന്ധിച്ച കൗൺസിൽ യോഗത്തിൽ CPM ജില്ലാ നേതൃത്വത്തിനെതിരെയും വിമർശനമുയർന്നതായാണ് സൂചന. എല്ലാ മേഖലകളിലും CITUവിന് സ്വാധീനമുണ്ടെങ്കിലും താഴെത്തട്ടിലെ പ്രവർത്തനം നിഷ്ക്രിയമാണെന്ന് യോഗം വിലയിരുത്തി. സംഘടനയിൽ അംഗങ്ങളായവർ തന്നെ തെരഞ്ഞെടുപ്പ് വേളയിൽ അകന്നത് ഭരണവിരുദ്ധ വികാരമാണോ എന്ന് പരിശോധിക്കും. പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെന്നും ആവശ്യമായ തിരുത്തലുകൾ ഉണ്ടാവുമെന്നും ജില്ലാ കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത KN ഗോപിനാഥ് പറഞ്ഞു. പാർട്ടി അച്ചടക്ക നടപടിക്ക് ശേഷം PK ശശി പൊതുവേദിയിലെത്തിയത് ശ്രദ്ധേയമായി. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തപ്പെട്ടിട്ടും CITU ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്ന PK ശശിയാണ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ജില്ലാ സെക്രട്ടറി M. ഹംസ, SB രാജു, TK അച്യുതൻ, TK നൌഷാദ് എന്നിവർ സംസാരിച്ചു. KN ഗോപിനാഥ്, KK ദിവാകരൻ എന്നിവർ ചർച്ചയ്ക്ക് ശേഷം മറുപടി നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാത്തിരിപ്പിനൊടുവിൽ ഷൊർണൂർ കുളപ്പുള്ളി പൊതുമരാമത്ത് റോഡിന് ശാപമോക്ഷമാകുന്നു. റൂട്ടിൽ BM പ്രവൃത്തിക്ക് ബുധനാഴ്ച തുടക്കമായി. ഷൊർണൂർ തൃശൂർ റൂട്ടിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുമെന്നാണ് കഴിഞ്ഞ ദിവസം PWD അറിയിച്ചതെങ്കിലും രാവിലെ റെയിൽവേ മേൽപ്പാലം അടച്ചതോടെ ഇതിലെ വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. തെക്കേ റോഡ് വഴി വാഹനങ്ങൾ തിരിച്ചുവിട്ടെങ്കിലും ഗണേഷ്ഗിരിയിൽ സ്വകാര്യ ബസ് പാതയിൽ കുടുങ്ങിയതോടെ മറ്റു ചെറിയ വാഹനങ്ങൾക്കും പോകാനാവാത്ത അവസ്ഥയിലായി. ഏറെ നാളുകളായി നിലനിൽക്കുന്ന പരാതികൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ ഷൊർണൂർ SMB പൊതുവാൾ ജംഗ്ഷൻ കൊച്ചിപാലം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ബുധനാഴ്ച രാവിലെയാണ് BM പ്രവൃത്തികൾ ആരംഭിച്ചത്. പ്രവൃത്തി ആരംഭിച്ചതോടെ SMB പൊതുവാൾ ജംഗ്ഷൻ കൊച്ചിപാലം റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. നേരത്തെ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെടുമെന്നാണ് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചിരുന്നത്. റെയിൽവേ മേൽപ്പാലം അടച്ചതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത് പ്രതിഷേധത്തിന് ഇടയാക്കി. SDPI പ്രവർത്തകരുൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. കൊച്ചിൻപാലം പൊതുവാൾ ജംഗ്ഷൻ റോഡ് പണി പെട്ടെന്ന് അപ്രതീക്ഷിതമായൊരു ബ്ലോക്കാക്കലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ അപ്രതീക്ഷിതമായ ബ്ലോക്കാക്കലിൽ
പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വാഹനങ്ങൾ, അതുപോലെ റെയിൽവേയിലേക്ക് പോകുന്ന ഡോക്ടേഴ്സ്, റെയിൽവേയിലേക്ക് പോകുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ ബ്ലോക്കിൽ പെട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാവുകയാണ് ചെയ്തത്. എല്ലാ ആളുകളും ഇവിടുന്ന് തിരിച്ചു വിടുന്ന ഒരു പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. 2 സൈഡ് റോഡിലപ്പോൾ ഒരു സൈഡെങ്കിലും ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റെയിൽവേ വരെ പോകുന്ന ആളുകൾക്ക് പോകാമായിരുന്നു. പിന്നെ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആളുകൾ ചേലക്കര വഴി ഒറ്റപ്പാലത്തേക്ക് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. തൃശ്ശൂരിൽ നിന്ന് നമ്മൾ നമുക്ക് അറിയിപ്പ് പ്രകാരം പിന്നെ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ചേലക്കര വഴി ഒറ്റപ്പാലത്തേക്കും, അതേപോലെ പട്ടാമ്പി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ പിന്നെ ആറങ്ങോട്ടുകര വഴി പോകാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒറ്റപ്പാലത്ത് നിന്ന് ഷൊർണൂരിലേക്കും പട്ടാമ്പിയിൽ നിന്ന് ഷൊർണൂരിലേക്കും പോകുന്ന വാഹനങ്ങൾ എങ്ങനെ പോകണമെന്നുള്ളത് മാത്രം അറിയിപ്പിലില്ല. അതുകൊണ്ട് തന്നെ ഈ കൊളപ്പുള്ളി ഭാഗത്ത് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് കുറച്ച് ഒരു സൈഡെങ്കിലും ഓപ്പൺ ആക്കി കൊടുക്കുകയാണെങ്കിൽ വാഹനങ്ങൾക്ക് എമർജൻസിയിൽ പോകുന്ന വാഹനങ്ങൾ, റെയിൽവേയിലേക്കും മറ്റും ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾക്ക് അത് വലിയൊരു പിന്നെ സൗകര്യമാകുമായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ ചേലക്കര, മായന്നൂർ, ഒറ്റപ്പാലം വഴിയും തൃശ്ശൂരിൽ നിന്ന് പട്ടാമ്പി ഭാഗത്തേക്കുള്ള വലിയ വാഹനങ്ങൾ ചെറുതുരുത്തി, ആറങ്ങോട്ടുകര, കോട്ടുപാത വഴിയുമാണ് തിരിച്ചുവിട്ടത്. പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള പ്രവൃത്തിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംവരണം റദ്ദാക്കാനുള്ള സംഘപരിവാർ അജണ്ട പിന്നോക്ക വിഭാഗക്കാരെ അടിമകളാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമെന്ന് ദലിത് പാന്തേഴ്സ് നേതാവ് കെ അംബുജാക്ഷൻ പാലക്കാട് പട്ടികജാതി പട്ടികവർഗ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച തുറന്ന സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുപ്രീം കോടതിയുടെ ക്രീമി ലെയർ ഉപസംവരണ വിധി ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിലായിരുന്നു സംവാദം. നിയമത്തിലൂടെ ചാതുർവർണ്ണത്തിലേക്ക് സമൂഹത്തെ നയിക്കുന്ന ഗൂഢപദ്ധതികളാണ് സംഘപരിവാറിന്റെ തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്നതെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത കെ അംബുജാക്ഷൻ പറഞ്ഞു. സമഗ്ര സംരക്ഷണ നിയമമാണ് സമൂഹത്തിനാവശ്യം. ഇതിന് നിയമഭേദഗതി ആവശ്യമാണ്. സംഘപരിവാറിന്റെ അജണ്ട തിരിച്ചറിയാതെ പോയാൽ ദളിത് സമൂഹം ദുരന്തത്തിന്റെ പടുകുഴിയിലകപ്പെടുമെന്നും അംബുജാക്ഷൻ ചൂണ്ടിക്കാട്ടി. അങ്ങനെ 5 പേരുടെ അഭിപ്രായമായി ഈ വിധിയുടെ ഭാഗമായി വരുന്ന രണ്ടാമത്തെ കാര്യം, OBC വിഭാഗങ്ങൾക്ക് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായി 1992 ഓഗസ്റ്റ് 17-ാം തീയതി വന്ന ഇന്ദിരാ സാഹ്നി കേസിലെ വിധി ആദ്യമായി നമുക്കറിയാം. ആ വിധിയിലാണ് ഈ ക്രീമി ലെയർ എന്ന പ്രയോഗം വരുന്നത്. OBC വിഭാഗങ്ങളിൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട വിഭാഗങ്ങളെ അവരെ സമ്മാനത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ഇന്ദിരാ സാഹ്നി കേസിലെ ആ ക്രീമി ലെയർ വിധി പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ബാധകമാക്കുകയും അങ്ങനെ പട്ടികജാതി പട്ടികവർഗങ്ങളിൽ നിന്ന് സംവരണത്തിലൂടെ ഉയർന്നു വന്ന സംവരണത്തിലൂടെ നേട്ടം കിട്ടിയ വിഭാഗങ്ങളെ പട്ടികജാതി സംവരണത്തിൽ നിന്ന് പട്ടികവർഗ സംവരണത്തിൽ നിന്നും അവരെ ക്രീമി ലെയറായി കണ്ട് ഒഴിവാക്കണം എന്നത്. വിവിധ ദളിത് സംഘടനാ നേതാക്കളായ സി കൃഷ്ണൻ, പ്രൊഫസർ കെ ഒ രാഘവൻ, കെ ചാമിയാർ, വിജയൻ അമ്പലക്കാട്, മായാണ്ടി, തങ്കച്ചൻ കോട്ടയം, കെ ശങ്കരൻ, പ്രേംനാഥ്, ജയകൃഷ്ണൻ വൈദ്യർ, സത്യശീലൻ, ഇ രാജൻ, രമണൻ തുടങ്ങിയവർ സംവാദത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 2 ദിവസത്തെ ബിവറേജ് അവധി മുന്നിൽ കണ്ട് അനധികൃത മദ്യവിൽപ്പനയ്ക്കിറങ്ങിയ ആളെ എക്സൈസ് പിടികൂടി. പാലക്കാട് നഗരത്തിൽ എക്സൈസ് നടത്തിയ വാഹന പരിശോധനയിലാണ് അനധികൃതമായി മദ്യം കടത്തുകയായിരുന്ന കല്ലേപ്പുള്ളി സ്വദേശി പിടിയിലായത്. കല്ലേപ്പുള്ളി സ്വദേശി ഹരിയാണ് എക്സൈസിന്റെ പിടിയിലായത്. അനധികൃതമായി സ്കൂട്ടറിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 30 ലിറ്റർ വിദേശ മദ്യം എക്സൈസ് കണ്ടെടുത്തു. 2 ദിവസങ്ങളിലായി ബിവറേജ് ഇല്ലെന്നറിഞ്ഞ് അനധികൃതമായി മദ്യവിൽപ്പന നടത്തുന്നതിനു വേണ്ടിയാണ് ഹരി സ്കൂട്ടറിൽ 30 ലിറ്റർ മദ്യം വാങ്ങിവെച്ചതെന്നാണ് എക്സൈസിന് നൽകിയ മൊഴി. നഗരത്തിൽ വെച്ച് ഇയാളുടെ വാഹനം പരിശോധിച്ചപ്പോഴാണ് മദ്യക്കുപ്പികൾ കണ്ടെത്തിയത്. അനധികൃതമായി മദ്യം കൈവശം വയ്ക്കുന്നവരെ പിടികൂടുന്നതിനായി വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി ഏരിയയിൽ CPM ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി. 15 ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങളാണ് നടക്കാനുള്ളത്. മുതുതല CPM ലോക്കൽ സമ്മേളനത്തോടെയാണ് പ്രഥമ ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായത്. CPM 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് പാർട്ടി സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. CPM 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായാണ് പാർട്ടി സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്.
ഇതിന്റെ ഭാഗമായി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. CPM പട്ടാമ്പി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ 295 ബ്രാഞ്ച് കമ്മിറ്റികളിലെ സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് കടന്നത്. ബുധനാഴ്ചയാണ് ലോക്കൽ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. CPM മുതല ലോക്കൽ സമ്മേളനത്തോടു കൂടിയാണ് ഏരിയയിലെ ലോക്കൽ സമ്മേളനം ആരംഭിച്ചത്. കാരക്കുത്ത് KMK ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം TK നാരായണ ഉദ്ഘാടനം ചെയ്തു. ആഗോളവൽക്കരണം നടപ്പിലായ കാലത്ത് സോവിയറ്റ് യൂണിയൻ തകർച്ചയോടുകൂടി നമ്മുടെ നാട്ടിലെ എല്ലാ മുതലാളിത്ത ചിന്താഗതിക്കാരും മുന്നോട്ട് വെച്ചൊരാശയം ഇതാ സോഷ്യലിസവും കമ്മ്യൂണിസവും അപ്രസക്തമായിരിക്കുന്നു. ഇനി മുതലാളിത്തത്തിൻ്റെ കാലമാണ്. ചരിത്രം ഇതോടുകൂടി അവസാനിക്കും. ഇതിനപ്പുറം വേറൊരു ചരിത്രമില്ല. ഇത് ചരിത്രത്തിൻ്റെ അന്ത്യമാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ ആ ആഗോളവൽക്കരണമാണ് ഒരു പരാജിത വ്യവസ്ഥയാണ് എന്ന് ഇന്ന് അതിൻ്റെ വക്താക്കൾ തന്നെ പറയാൻ തുടങ്ങിയിട്ടുള്ളത്. സമ്മേളനത്തിൽ നേതാക്കളായ NP വിനയകുമാർ, T ഗോപാലകൃഷ്ണൻ, സുബൈദ ഇസാഖ്, M ശങ്കരൻകുട്ടി, CM നീലകണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയയിൽ 15 ലോക്കൽ സമ്മേളനങ്ങളാണ് നടക്കാനുള്ളത്. ഒക്ടോബർ 3 പെരുമുടിയൂർ ലോക്കൽ സമ്മേളനവും നടക്കും. ഇത്തരത്തിൽ 15 ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയായാൽ ഏരിയ സമ്മേളനത്തിലേക്ക് കടക്കും. പട്ടാമ്പി CPM ഏരിയ സമ്മേളനം നവംബർ 1-2 തീയതികളിൽ പെരുമുടിയൂരിൽ വെച്ചാണ് സംഘടിപ്പിക്കുക. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും സ്വച്ഛതാ ഹി സേവ ഗാന്ധി ജയന്തി ദിനവും ആഘോഷമാക്കി ഷൊർണൂർ നഗരസഭ. നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ നഗര സൗന്ദര്യവൽക്കരണത്തിന് ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കമായി P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ബുധനാഴ്ച രാവിലെ കുളഞ്ചേരിക്കുളത്തിന് സമീപവും ഷൊർണൂർ ടൗൺ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് സമീപവും ഫലവൃക്ഷ തൈകൾ നട്ടാണ് P മമ്മിക്കുട്ടി MLA നഗര സൗന്ദര്യവൽക്കരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. കുളപ്പുള്ളി ഷൊർണൂർ റോഡിന്റെ വശത്ത് കുളഞ്ചേരിക്കുളത്തിന് സമീപം വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും വിശ്രമിക്കാനായി മുളകൾ കൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം പൂച്ചട്ടികൾ വെച്ച് സൗന്ദര്യവൽക്കരണവും നടത്തിയിട്ടുണ്ട്. കോപ്പറേറ്റീവ് ബാങ്ക് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, കൗൺസിലർമാരായ K കൃഷ്ണകുമാർ, SG മുകുന്ദൻ, ബാങ്ക് ഡയറക്ടർ രാജൻ, ജനറൽ മാനേജർ ബിന്ദു, മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാവിലെ 9 മണിക്ക് SMB ജംഗ്ഷനിൽ നിന്ന് റാലി ആരംഭിച്ചു. പൊതുജനങ്ങൾക്ക് പുറമെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഉൾപ്പെടെ 2000-ഓളം പേർ റാലിയിൽ അണിനിരന്നു. റാലി ഭാരതപ്പുഴയിൽ സമാപിച്ചു. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വമെന്ന ആശയം മുൻനിർത്തി ഭാരതപ്പുഴയോരത്ത് പ്രത്യേക വേദിയിൽ കൾച്ചറൽ ഇവന്റ് സംഘടിപ്പിച്ചു. P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് പരിപാടി ഒരു ചെറിയ സമയം അവതരിപ്പിക്കാനുള്ള അവസരം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് ലഭിക്കുന്ന ഈ സന്ദേശം നാട്ടിലാകെ പ്രചരിപ്പിക്കാൻ, വീട്ടിലാകെ പ്രചരിപ്പിക്കാൻ, നമ്മുടെ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ കൂട്ടുകാരോടുമൊക്കെ പ്രചരിപ്പിച്ച് ഇതിൻ്റെ ഭാഗമായുള്ള പ്രയോജനം നമ്മുടെ ഗ്രാമത്തിനും നമ്മുടെ നഗരത്തിനും നമ്മുടെ വിദ്യാലയങ്ങൾക്കും നമ്മുടെ സ്ഥാപനത്തിനും നമ്മുടെ പുഴക്കും ലഭ്യമാകട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. തുടർന്ന് ശുചിത്വ പ്രതിജ്ഞയെടുത്തു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PS രാജേഷ് സ്വാഗതം പറഞ്ഞു. ചലച്ചിത്ര താരം മണി ഷൊർണൂർ വിശിഷ്ടാതിഥിയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K കൃഷ്ണകുമാർ, KM ലക്ഷ്മണൻ, കൗൺസിലർ EP നന്ദകുമാർ, ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ പ്രതിനിധി രവീന്ദ്രനാഥ്, ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ CI രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിശിഷ്ടാതിഥികളെയും നഗരസഭയിലെ മുതിർന്ന സാനിറ്റേഷൻ വർക്കർമാരെയും MLA പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഭാരതപ്പുഴയോരത്ത് മുഴുവൻ സമയ ലൈഫ് ഗാർഡായി പ്രവർത്തിക്കുന്ന NT നൌഷാദിനെ നഗരസഭ ആദരിച്ചു. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന ആശയത്തിലൂന്നി നഗരസഭാ പരിധിയിലെ 18ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ സാംസ്കാരിക പരിപാടികളുമുണ്ടായി. നിങ്ങൾ വലിച്ചെറിയുന്ന മാലിന്യത്തെ ജൈവവും അജൈവവുമായി വേർതിരിച്ച് അജൈവ മാലിന്യത്തെ ഞങ്ങൾക്ക് തരിക. ഞങ്ങൾ അത് വേണ്ട വിധം സംസ്കരിക്കും. അതിനാൽ മാലിന്യമുക്തമായ വായു, വെള്ളം, മണ്ണ് എന്നിവ വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കാൻ, ഈ ഭൂമിയെ ഹരിതാപമാക്കാൻ നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിനിൽ നാടിനോടൊപ്പം ഞങ്ങളുണ്ട് കൂടെ. ഞങ്ങളും
ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി ഗ്രീൻ കേരളശ്ശേരി ക്ലീൻ കേരളശ്ശേരി പദ്ധതിക്ക് തുടക്കമായി അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടും ശുചിത്വ മിഷന്റെ പ്രവർത്തനങ്ങളിൽ ജില്ലയിൽ ചുക്കാൻ പിടിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ്. ഇപ്പോഴും അവർ തന്നെയാണ്. നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് പഞ്ചായത്തുകളെ അതിൽ ഏകോപിപ്പിച്ച് പഞ്ചായത്ത് ഓഫീസുകളിൽ തുടങ്ങി എല്ലാ സർക്കാർ ഓഫീസുകളിലും പരിസര മാലിന്യ വലിച്ചെറിയുന്നതിനായിട്ട് വലിയ ക്യാമ്പയിൻ റൊട്ടീനായിട്ട് നമ്മുടെ പ്രദേശങ്ങളിൽ ഒരു പക്ഷേ ഒരു പുതിയ സംസ്കാരം അല്ലെങ്കിൽ പുതിയ ആളുകൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് പുതിയ സംസ്കാരമൊന്നുമല്ല. പരിപാടിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ വിദ്യാലയങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ, വായനശാലകൾ, ആശുപത്രികൾ, ബാങ്കുകൾ, ഓഫീസുകൾ എന്നിവയിലേക്ക് ജോസ് ആലുക്കാസ് ജ്വല്ലറി സ്പോൺസർ ചെയ്ത വേസ്റ്റ് ബിന്നുകളുടെ വിതരണോദ്ഘാടനവും അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ സ്വാഗതം പറഞ്ഞു. ജോസ് ആലുക്കാസ് ജ്വല്ലറി പാലക്കാട് ഷോറൂം മാനേജർ സജീവ് കുമാർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രമ പ്രതിജ്ഞ ചൊല്ലി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OK രാമചന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ B നന്ദിനി, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, വിദ്യാലയ പ്രതിനിധികൾ, സ്ഥാപന മേധാവികൾ, ക്ലബ്, വായനശാല ഭാരവാഹികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ B ഷാജിദ പരിപാടിക്ക് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ സെൻട്രലിൽ നടന്ന ചടങ്ങിൽ ക്ലീൻ സിറ്റി പ്രഖ്യാപനവും പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ K അനിൽകുമാർ, IC കമലാക്ഷി, PU വിനിത എന്നിവർ പ്രസംഗിച്ചു. ജൂനിയർ സൂപ്രണ്ട് പ്രകാശ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ AP പ്രവീൺ, ആരോഗ്യവകുപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വിധുലക്ഷ്മി, ജോസ് ബിനു, ദീപക്, ആശാപ്രവർത്തകർ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ റോഷൻ S ഹുസൈൻ, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധി ജയന്തി ദിനത്തിൽ അമ്പലപ്പാറ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ പട്ടാമ്പി ബ്ലോക്ക് തല ഉദ്ഘാടനം നടന്നു. കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. അതിലുപരി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥര്, അതുപോലെ തന്നെ RD ഏജന്റുമാര്, ഹോസ്പിറ്റൽ ജീവനക്കാര്, അതുപോലെ HA, PRO. ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് K റഷീദ് അധ്യക്ഷനായി. പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ K രാമദാസ് മുഖ്യപ്രഭാഷണം നടത്തി. വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP ഉണ്ണികൃഷ്ണൻ, മെമ്പർ ഷഫീന ഷുക്കൂർ, പഞ്ചായത്ത് അംഗം EK ഷഫീഖ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന കുമാരി, HMC അംഗം TK ഷുക്കൂർ, ബ്ലോക്ക് സെക്രട്ടറി KP സുപ്രഭ, നവകേരള മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ പ്രവീൺ തെക്കേപ്പാട്ട്, ഹെൽത്ത് ഇൻസ്പെക്ടർ അജി ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് കൊപ്പം CHC ഹരിത ഓഫീസ് പ്രഖ്യാപനം ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നിർവഹിച്ചു. സർട്ടിഫിക്കറ്റ് കൈമാറ്റവും നടന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സിൽവർ ജൂബിലി സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് BSNL തൃശൂർ മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് നടത്തി. BSNL സീനിയർ ജനറൽ മാനേജർ MS ഹരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ രക്തദാന ദിനത്തോടനുബന്ധിച്ചാണ് തൃശൂർ BSNL ക്യാമ്പ് സംഘടിപ്പിച്ചത്. പെരിങ്ങാവിലുള്ള സഞ്ചാർ ഭവൻ ബിൽഡിംഗിലായിരുന്നു ക്യാമ്പ്. BSNL സീനിയർ ജനറൽ മാനേജർ MS ഹരി ഉദ്ഘാടനം ചെയ്തു. BSNL ജീവനക്കാരെയും കുടുംബാംഗങ്ങളെയും കൂടാതെ പൊതുജനങ്ങളും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളും ഉൾപ്പെടെ 120 പേർ രക്തം ദാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശീയ അധ്യാപക പരിഷത്ത് പാലക്കാട് ജില്ലാ വനിതാ സംഗമം വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. NTU സംസ്ഥാന അംഗം N ജയശ്രീ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ അധ്യാപക സംഘ സംസ്ഥാന സമിതി അംഗവും തൃപ്പൂണിത്തുറ ഗവൺമെൻറ് സംസ്കൃത കോളേജ് അധ്യാപികയും സംസ്കൃത പഠനത്തിൻ്റെ ഇന്റർനാഷണൽ ഫാക്കൽറ്റിയുമായ ഡോക്ടർ ജോത്സ്ന G നായർ മുഖ്യപ്രഭാഷണം നടത്തി. NTU വനിതാ വിഭാഗം ജില്ലാ കൺവീനർ P അനുപമ അധ്യക്ഷത വഹിച്ചു.
യൂണിയൻ വനിതാ വിഭാഗം രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ ജില്ലാതല വിജയികൾക്കുള്ള സമ്മാനദാനം NTU സംസ്ഥാന സെക്രട്ടറി AJ ശ്രീനി നിർവഹിച്ചു. സംസ്ഥാന സെക്രട്ടറി KK രാജേഷ്, ജില്ലാ പ്രസിഡന്റ് PA കൃഷ്ണൻകുട്ടി, സംസ്ഥാന സമിതി അംഗം PS ഐശ്വര്യ, വനിതാ വിഭാഗം ജോയിന്റ് കൺവീനർമാരായ V സുനിത, M ശ്രീജ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അമ്പലപ്പാറയിൽ MP ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ് മിനിമാസ് ലൈറ്റുകൾ മിഴി തുറന്നു. ലൈറ്റുകളുടെ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK സാജൻ, ബ്ലോക്ക് പ്രസിഡന്റ് ജയരാജ്, INTUC മണ്ഡലം പ്രസിഡന്റ് സൂര്യനാരായണൻ, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ വാസു മാസ്റ്റർ, PS രാധാകൃഷ്ണൻ, നേതാക്കളായ കബീർ, ബഷീർ, സുനിൽ, അബ്ദുൽ ഖാദർ തുടങ്ങിയവർ വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്തു. അമ്പലപ്പാറ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ MP ഫണ്ട് ഉപയോഗിച്ച് ഹൈമാസ്, മിനി ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തും ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ചിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വന്യജീവി വാരാഘോഷത്തിന് തുടക്കമായി. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തുകളിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നമ്മൾ ഇന്നിവിടെ നടത്താൻ പോകുന്ന പരിപാടിയാണ് വന്യജീവി വാരാഘോഷം. ഈ വാരാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. എല്ലാവരും 2 സെക്ഷനായ ക്ലാസ്സുകളുണ്ട്. ഇതെല്ലാവരും കേട്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നിർത്തുന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷനായി. ഒറ്റപ്പാലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KP ജിനേഷ് സ്വാഗതം ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ K പുഷ്പലത, പ്രിയ പ്രശാന്ത്, ജലജ ശ്രീകുമാർ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. സർപ്പ ജില്ലാ കോർഡിനേറ്റർ സിദ്ധാർത്ഥ്, ഓങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ തുടങ്ങിയവർ വിഷയാവതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടുകൂടി ഗാന്ധി ജയന്തി ആഘോഷിച്ചു. ഗാന്ധി ജയന്തി ദിനാഘോഷ പരിപാടികൾ AICC കേരള ഘടകം സെക്രട്ടറി അറിവഴകൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ചെറുതുരുത്തി ചുങ്കത്ത് സ്ഥാപിച്ച മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി. വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MAM ഇക്ബാൽ അധ്യക്ഷനായി. KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ MLAമാരായ അഡ്വക്കേറ്റ് നിയാസ്, അനിലക്കരെ, KPCC സെക്രട്ടറിമാരായ CC ശ്രീകുമാർ, TA രാധാകൃഷ്ണൻ, DCC മെമ്പർ OU ബഷീർ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മായ ഉദയൻ, കോൺഗ്രസ് നേതാക്കളായ അബ്ദുൽ ജബ്ബാർ, PR ബാബു, തമ്പിമണി, ഉദയൻ, ഫിറോസ് തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹികമായി ആചരിക്കുന്ന ഒന്നാണ്. ഈ പ്രാവശ്യം മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി സ്ഥാനമേറ്റതിൻ്റെ 100ാം വാർഷികമായതുകൊണ്ട് അത് കൂടുതൽ വിപുലമായ രീതിയിൽ എല്ലാ ബൂത്ത് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ നടത്തുകയാണ്. നമുക്കറിയാം, മഹാത്മാഗാന്ധിയുടെ സംഭാവന ലോകം മുഴുവൻ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഖാദർമാൻ സ്വാഗതവും മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ബീന നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ ചെയർപേഴ്സൺ സഫുവാനയെ യോഗത്തിൽ AICC സെക്രട്ടറി അറിവഴകൻ ഷാൾ അണിയിച്ച് അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി മേഖലയിൽ വിവിധ പരിപാടികളോടുകൂടി ഗാന്ധി ജയന്തി ആഘോഷിച്ചു. മേലെ പട്ടാമ്പിയിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയിൽ നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് രാവിലെ മേലെ പട്ടാമ്പിയിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി സംസാരിച്ചു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആ മഹത്തായ മനുഷ്യൻ്റെ ജന്മദിനമാണ് ഇന്ന്. നമുക്കറിയാം, മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും എല്ലാം പര്യായമായി മാറിയിരുന്ന ഗാന്ധിജിയുടെ ജന്മദിനം. നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച വ്യക്തിത്വമായിരുന്നു ഗാന്ധിജി. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ജനപ്രതിനിധികളായ P വിജയകുമാർ, KT റുക്കിയ, KR നാരായണസ്വാമി, കവിത, K രാജൻ, സെക്രട്ടറി ബെസി സെബാസ്റ്റ്യൻ, ക്ലീൻ സിറ്റി കോർഡിനേറ്റർ സുബ്രഹ്മണ്യൻ, ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി.
മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ കെ കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, E കൃഷ്ണൻകുട്ടി, PM മുരളീധരൻ, VG ശ്രീനിവാസൻ, രവീന്ദ്രൻ അമ്മാത്ത്, പ്രിയദർശൻ, നൌഷാദ് എന്നിവർ പങ്കെടുത്തു. എടത്തറ 5-ാം മൈൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. അനുസ്മരണ യോഗം പാർലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് KM അബ്ദുൽ സത്താർ ഉദ്ഘാടനം ചെയ്തു. എടത്തറ 5-ാം മൈൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 5-ാം മൈൽ സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ K മണികണ്ഠൻ അധ്യക്ഷനായി. ബ്രിജേഷ് പ്രേം, KM രാജൻ, H അബ്ദുള്ള, C സുഭാഷ്, ലിബിൻ, KM രമേശ്, നിയാസ് സഫ്വാൻ, ഫായിസ്, അയൂബ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടായി. വാടനംകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രൂപേഷ് അധ്യക്ഷത വഹിച്ചു. ഗാന്ധി സ്മൃതി സംഗമം P അബൂബക്കർ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. ബ്രിജേഷ് മൊഴിയോട് മുഖ്യപ്രഭാഷണം നടത്തി. പകരം സ്ഥാപിത രാഷ്ട്രീയ താൽപര്യങ്ങളുടെ ഫാസിസ്റ്റ് ആശയങ്ങളെ അതിനു മുകളിൽ പ്രതിഷ്ഠിക്കാനുള്ള വളരെ ഗൂഢമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കർമ്മധീരരായ പ്രവർത്തകർക്ക് ഇതിനെ പ്രതിരോധിക്കാൻ ഗാന്ധിജി നമുക്ക് പറഞ്ഞു തന്ന മാർഗങ്ങളിലൂടെ, സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും എല്ലാ മാർഗങ്ങളിലൂടെ വളരെ അർപ്പണ മനോഭാവത്തോടുകൂടി സഞ്ചരിക്കാതെ നിവൃത്തിയില്ല. പാഠപുസ്തകങ്ങളിൽ പോലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ത്യാഗോജ്വലമായ ഏടുകളെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് RSSന്റെയും മറ്റ് സംഘപരിവാർ ഫാസിസ്റ്റ് സംഘടനകളുടെയുമെല്ലാം ശ്രമഫലമായിക്കൊണ്ടാണ് ഈ നാട് സ്വതന്ത്രമായത് എന്ന് വരും തലമുറയെ പഠിപ്പിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങളാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നേതാക്കളായ A ശ്രീനിവാസൻ, ഇമ്പിച്ചിമണി, ഷാഫി കാരക്കാട്, ഫൈസൽ കാരക്കാട്, അലി VT, നന്ദകുമാർ, നിസാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുഷ്പാർച്ചനയുമുണ്ടായി. ഗാന്ധി ജയന്തി ദിനത്തിൽ പട്ടാമ്പിയിൽ കോൺഗ്രസ് 109-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗവും മേലെ പട്ടാമ്പിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. ഗാന്ധി ജയന്തി ദിനാഘോഷ പരിപാടികൾ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തി ദിനത്തിൽ പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ പാർട്ടി പതാക ഉയർത്തി. തുടർന്ന് പാർട്ടി ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. അനുസ്മരണ യോഗത്തിനു ശേഷം മേലെ പട്ടാമ്പിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. പരിപാടിയിൽ ET ഉമ്മർ, C സംഗീത, ഉമ്മർ കീഴായൂർ, ജിതേഷ് മൊഴിക്കുന്നം, അഡ്വക്കേറ്റ് രാമനുണ്ണി, വാഹിദ് പട്ടാമ്പി, K മാളുക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ജയന്തി വാരാഘോഷത്തിന് പാലക്കാട്ട് തുടക്കം. ഏകതാ പരിഷത്തിന്റെയും മദ്യനിരോധന സമിതിയുടെയും നേതൃത്വത്തിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന പരിപാടി എഴുത്തുകാരി പ്രേമരാമൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഏകതാ പരിഷത്ത് സംസ്ഥാന കൺവീനർ സന്തോഷ് മലമ്പുഴ അധ്യക്ഷത വഹിച്ചു. മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് AK സുൽത്താൻ, ഏകതാ പരിഷത്ത് ജില്ലാ കൺവീനർ M അഖിലേഷ് കുമാർ, V ചന്ദ്രൻ മണലി, അബ്ദുൽ കുത്തൂസ്, EV കോമളം, KT പുഷ്പവല്ലി, മുരുകദാസ് മാങ്കാവ് എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ മുതിർന്ന സാമൂഹ്യ പ്രവർത്തകരായ ഡോക്ടർ മാന്നാർ G രാധാകൃഷ്ണൻ, K അബൂബക്കർ, KA സുലൈമാൻ എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പറളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. പറളി മണ്ഡലം പ്രസിഡന്റ് MR ഗുരുവായൂരപ്പൻ ഗാന്ധി ജയന്തി ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പറളി ചെക്ക് പോസ്റ്റ് ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പതാക ഉയർത്തൽ ചടങ്ങിനു ശേഷം ഗാന്ധി സ്മരണഗീതങ്ങളും പുഷ്പാർച്ചനയും നടത്തി. പരിപാടിയിൽ ജില്ലാ, ബ്ലോക്ക്, മണ്ഡലം പോഷക സംഘടനാ ഭാരവാഹികളും പഞ്ചായത്ത് മെമ്പർമാരും പങ്കെടുത്തു. KPCC ആഹ്വാനപ്രകാരം എടത്തറ, പറളി ചെക്ക് പോസ്റ്റ്, കരിങ്കുളങ്ങര, തലപ്പറ്റ, മനക്കമ്പാട്, കമ്പ എന്നീ ബൂത്ത് തലങ്ങളിലും പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടികളും നടത്തി. ന്യൂസ് ബ്യൂറോ കോട്ടായി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് അമ്പലപ്പാറയിൽ കോൺഗ്രസ് പുഷ്പാർച്ചനയും പ്രതിജ്ഞയും നടത്തി. നേതാക്കളായ P ദിവാകരൻ, K പ്രദീപ്, P സൂര്യനാരായണൻ, T ഉസ്മാൻ, അബ്ദുൾ ഖാദർ, ഉമ്മർ, കൃഷ്ണകുമാർ, ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. വേങ്ങശ്ശേരി, കടമ്പൂർ, മേലൂർ പ്രദേശങ്ങളിൽ ഗാന്ധി ജയന്തി ആഘോഷത്തിന് V വാസു മാസ്റ്റർ, PS രാധാകൃഷ്ണൻ, K സുരേഷ്, P സൂര്യൻ, പ്രിയദർശിനി, കുമാരി, ഷാജി, രാജേന്ദ്രൻ, രതീഷ്, ശ്രീനിവാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തി ദിനത്തിൽ ലോകമെങ്ങും മഹാത്മാവിന്റെ സ്മരണകൾ നിറയുമ്പോൾ ഷൊർണൂർ KVR സ്കൂൾ മുറ്റത്ത് സ്പന്ദിക്കുന്നത് ചരിത്രത്തിലെ ആവേശമാത്രകൾ. 1927 വള്ളുവനാട് സന്ദർശിച്ച ഗാന്ധിജി പ്രസംഗിച്ചത് ഷൊർണൂർ ഹൈസ്കൂൾ അങ്കണത്തിലാണ്. ചരിത്രത്തിന്റെ തലയെടുപ്പായി സ്കൂൾ മുറ്റത്ത് ഗാന്ധി പ്രതിമ കാണാം. മഹാത്മാവിന്റെ സ്മരണകൾ സ്പന്ദിക്കുന്ന വള്ളുവനാട്ടിലെ ഒരിടം, അതാണ് ഷൊർണൂർ KVR ഹൈസ്കൂൾ. 1931 ഷൊർണൂർ ഹൈസ്കൂൾ എന്ന പേരിൽ ആരംഭിച്ച ഈ സ്ഥാപനം
പിന്നീട് നിരവധി സാമൂഹിക രാഷ്ട്രീയ വ്യക്തിത്വങ്ങളുടെ സന്ദർശനത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വള്ളുവനാട് മഹാത്മാഗാന്ധിയെ കണ്ടത് ഇരുവട്ടമാണ്. 1927 ഒക്ടോബറിലും 1934 ജനുവരിയിലുമായിരുന്നു അത്. 1927 ഒക്ടോബർ 25 ഷൊർണൂരിൽ മഹാത്മാഗാന്ധി പ്രസംഗിച്ചു. ഷൊർണൂർ ഹൈസ്കൂൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ KVR ഹൈസ്കൂൾ മുറ്റത്തായിരുന്നു അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പന്തൽ ഒരുക്കിയത്. മഹാത്മാഗാന്ധിയുടെ പ്രസംഗം ഷൊർണൂരിൽ പരിഭാഷപ്പെടുത്തിയത് MP ഗോവിന്ദമേനോനായിരുന്നു. അയിത്തം, തൊട്ടുകൂടായ്മ എന്നിവയ്ക്കെതിരെയായിരുന്നു പ്രസംഗത്തിലെ പ്രധാന പരാമർശങ്ങൾ. 1960 രാഷ്ട്രപതി രാജേന്ദ്രപ്രസാദിൽ നിന്ന് ദേശീയ അധ്യാപക അവാർഡ് നേടിയ ഷൊർണൂർ KVR ഹൈസ്കൂൾ സ്ഥാപകൻ KV രാമൻ നായരുടെ ബഹുമാനാർത്ഥം 2000 KVR ഹൈസ്കൂൾ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. 1981 അന്നത്തെ കേരള ഗവർണർ ജ്യോതി വെങ്കിടാചലമാണ് സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. വജ്രജൂബിലി ആഘോഷം മുൻ ഹൈക്കോടതി ജഡ്ജി ചേറ്റൂർ ശങ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു. 1948 സ്ഥാപിച്ച ഗാന്ധി പ്രതിമ KVR ഹൈസ്കൂളിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഗാന്ധി ജയന്തി ദിനത്തിൽ ഞങ്ങൾ ആ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിപ്പോരുന്നുണ്ട്. ഈ വർഷവും അത് സംഘടിപ്പിച്ചിരുന്നു. കുട്ടികൾ പുഷ്പാർച്ചന നടത്തി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി KVR ഹൈസ്കൂളിലെ SPC, NCC, ലിറ്റിൽ കൈറ്റ്സ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികൾ ഒരു നിളാതീരത്തിലേക്ക് ഒരു റാലി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വർഷവും ഒക്ടോബർ 2 മുതൽ പിന്നീട് അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിലെല്ലാം സ്കൂളും പരിസരവും മാലിന്യമുക്തമാക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും കുട്ടികളുടെ ഭാഗത്തു നിന്ന് നടത്തി വരാറുണ്ട്. മഹാത്മാവിൻ്റെ മരണശേഷം ഷൊർണൂരിലെ ആദ്യത്തെ ഗാന്ധി പ്രതിമ KVR ഹൈസ്കൂളിൽ സ്ഥാപിക്കാൻ അധികാരികളെ പ്രേരിപ്പിച്ചത് ഈ വിദ്യാലയത്തിൻ്റെ ചരിത്രമാണ്. പീഠത്തിലെ ലിഖിതത്തിൽ ഗാന്ധിജിയുടെ പ്രസിദ്ധമായ വാക്കുകൾ ജനങ്ങളോട് പറയുന്നത് ഇങ്ങനെ: ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് അത് അവരുടെ രാജ്യമാണെന്ന് തോന്നുന്ന ഒരു ഇന്ത്യക്കായി ഞാൻ പ്രവർത്തിക്കും. ആരുടെ നിർമ്മാണത്തിൽ അവർക്ക് ഫലപ്രദമായ ശബ്ദമുണ്ട്, ഒരു ഇന്ത്യയുണ്ടാകും. ഉയർന്ന വിഭാഗവും താഴ്ന്ന വിഭാഗവുമില്ല. എല്ലാ സമുദായങ്ങളും തികഞ്ഞ ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു ഇന്ത്യ. ഇതാണ് എൻ്റെ സ്വപ്നങ്ങളുടെ ഇന്ത്യ. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഗാന്ധി ജയന്തി ദിനത്തിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിനായി ബൊക്കാശി ബക്കറ്റുകൾ വിതരണം ചെയ്ത് മങ്കര ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിലെ 2 കേന്ദ്രങ്ങളിലായി സംഘടിപ്പിച്ച പരിപാടിയിൽ 180ഓളം കുടുംബങ്ങൾക്കാണ് ബൊക്കാശി ബക്കറ്റുകൾ വിതരണം ചെയ്തത്. ജൈവമാലിന്യം ബക്കറ്റിൽ സൂക്ഷിച്ച് അതിലേക്ക് ബാക്ടീരിയ ചേർത്ത് വളമാക്കുന്ന രീതിയാണ് ബൊക്കാശി. അടുക്കള മാലിന്യത്തെ ബൊക്കാശിയിലൂടെ വളമാക്കി മാറ്റുമ്പോൾ ഒരു തരത്തിലുള്ള ദുർഗന്ധവും ഉണ്ടാകില്ല എന്നതാണ് പ്രത്യേകത. മാലിന്യം ശേഖരിക്കാനുള്ള ബക്കറ്റ്, വേസ്റ്റ് പ്രസർ, അരിപ്പ എന്നിവയാണ് ഒരു കിറ്റിലുണ്ടാവുക. ബൊക്കാശി നിർമ്മാണത്തിനു വേണ്ട പ്രധാന ഘടകം ലാക്ടോബാസിലസ് ബാക്ടീരിയയാണ്. ഗുണപ്രദമായ ഈ സൂക്ഷ്മാണു അടങ്ങിയ പൊടിയും ബക്കറ്റിനൊപ്പം ലഭിക്കും. ഇത് ഉപയോഗിച്ചാണ് മാലിന്യം കമ്പോസ്റ്റാക്കി മാറ്റുന്നത്. മങ്കരയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസും മാങ്കുറിശ്ശിയിൽ വൈസ് പ്രസിഡന്റ് മല്ലികയും ബൊക്കാശി ബക്കറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ ഇത് പരിഹരിക്കാൻ എന്തായാലും ഹരിത കർമ്മസേന എല്ലാ വീടുകളിലും മാസത്തിൽ ഒരിക്കൽ നിർബന്ധമായും വന്നിരിക്കണം എന്നാണ്. പൈസ കൊടുത്തിട്ട് എന്നുള്ളത് അടുത്ത ഭാഗം. QR കോഡ് ഒടിച്ചിട്ടില്ല. ഈ ഇരിക്കുന്നവരുടെ വീടുകളിലൊക്കെ QR കോഡ് ഉണ്ടല്ലോ. ആരുടെയെങ്കിലും വീട്ടിൽ QR കോഡ് ഇല്ലെങ്കിൽ ആ കാര്യം പറഞ്ഞാൽ ആ QR കോഡ് ഒട്ട. എന്തിനാ ഈ QR കോഡ് ഒട്ടുന്നെന്ന് ചോദിച്ചാൽ ഇവര് വന്ന് അത് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് പഞ്ചായത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡൽഹിയിൽ ഇരുന്നാല്, പാലക്കാട്ട് ഇരുന്നാൽ നിങ്ങളുടെ വീട്ടിൽ അവർ വന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയും. പദ്ധതി ബ്ലോക്ക് കോർഡിനേറ്റർ നൂർജഹാൻ പദ്ധതി വിശദീകരിച്ചു. KV രാമചന്ദ്രൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ അനിശ്രീ, KB വിനോദ്, MV രമേശ്, KL ചന്ദ്രിക, BA രതീഷ്, VOമാരായ സന്തോഷ് കുമാർ, പ്രസന്ന, ചാർജ് സെക്രട്ടറി CP നിഷ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച് മാത്തൂർ തുളസി സ്മാരക വായനശാലയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ നിർവഹിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ മാത്തൂർ ചെങ്ങണിയൂർക്കാവ് പ്രദേശത്താണ് തുളസി സ്മാരക വായനശാല പ്രവർത്തനം തുടങ്ങിയത്. ഗ്രാമപഞ്ചായത്ത് അംഗവും തുളസി സ്മാരക വായനശാലയുടെ മുഖ്യ സംഘാടകനും പ്രസിഡന്റുമായ K ഉദയപ്രകാശ് അധ്യക്ഷനായി. സാംസ്കാരിക സാഹിതി ജില്ലാ ചെയർമാൻ ബോബൻ മാട്ടുമന്ത മുഖ്യ അതിഥിയായി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് G ശിവരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. വായനശാല വൈസ് പ്രസിഡന്റ് K ഇന്ദ്രപ്രസാദ് സ്വാഗതവും സുഭാഷ് നന്ദിയും പറഞ്ഞു.
തുടർന്ന് കുഴൽമന്നം എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഗാന്ധി ജയന്തി ദിനത്തിൽ മങ്കര നീള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ മണ്ണൂർ നഗരിപ്പുറം ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി. മങ്കര നീള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മങ്കര പൂലോടി തിയേറ്റർ റോഡാണ് ശുചീകരിച്ചത്. റോഡിന്റെ ഇരുഭാഗവും കാട് മൂടിക്കിടന്ന് പ്രദേശവാസികൾക്ക് യാത്രാക്ലേശം സൃഷ്ടിച്ചതിനെ തുടർന്നാണ് ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. NS അഖിൽ, PK അനീഷ്, VA ബൈജു, NK നിഖിൽ, PK രതീഷ്, CK അരുൺ, CS ആകാശ്, ദർശിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗാന്ധിജി പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സമൂഹം ശുചിയായിരിക്കുക, അതോടൊപ്പം തന്നെ ഒരു ഗ്രാമം ശുചിയായാൽ ഒരു സമൂഹം ശുചിയാകും, ഒരു സമൂഹം ശുചിയായാൽ സംസ്ഥാനങ്ങളും ജില്ലകളും അല്ലെങ്കിൽ രാജ്യം തന്നെ ശുചിയായിരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് നീള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇന്ന് മങ്കര പഞ്ചായത്തിന്റെ 10ാം വാർഡിലെ വിവിധ പ്രദേശങ്ങളും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല പ്രദേശങ്ങളും ശുചീകരിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു ശുചീകരണ യജ്ഞത്തിന് നീള ക്ലബ്ബ് തുടക്കം കുറിച്ചത്. മണ്ണൂർ നഗരിപ്പുറം ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഗരിപ്പുറം ബാങ്ക് മണ്ണാന്തര റോഡാണ് ശുചീകരിച്ചത്. പ്രസിഡന്റ് NP അഷ്ടമൂർത്തി, സെക്രട്ടറി തങ്കമണി, ഭാരവാഹികളായ നദീറ താജ്, A കൃഷ്ണൻകുട്ടി മാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ 30ഓളം പേരടങ്ങുന്ന നാട്ടുകാരാണ് റോഡ് ശുചീകരണത്തിൽ പങ്കാളിയായത്. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. ഗാന്ധി ജയന്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള, ഗാന്ധിജിയും പ്രാധാന്യം നൽകിയിരുന്ന ശുചീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടും പരിസരങ്ങളൊക്കെ ശുചിയായി സൂക്ഷിക്കുക എന്നുള്ള. അപ്പോൾ ഈ നഗരിപ്പുറം ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ നേരയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ 9 മണി മുതൽ ഏകദേശം 25 പേരോളം ഇങ്ങനെ ഇവിടുത്തെ ഈ റോഡ്, ഈ മറ്റേ നഗരിപ്പുറം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് മണ്ണാന്തറ വരെയുള്ള റോഡ് ശുചീകരിക്കാൻ വേണ്ടി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ പാലക്കാട് ജില്ലാ 56ാം വാർഷിക സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. ഒറ്റപ്പാലത്ത് ജില്ലാ പ്രസിഡന്റ് ഗംഗാധരന്റെ അധ്യക്ഷതയിലായിരുന്നു രൂപീകരണ യോഗം. യോഗത്തിൽ ജില്ലാ സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി VK സതീഷ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ട്രഷറർ P സക്കീർ ഹുസൈൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ CM ബാബുരാജൻ നന്ദി പറഞ്ഞു. 101 അംഗ സ്വാഗത സംഘമാണ് രൂപീകരിച്ചത്. P സക്കീർ ഹുസൈൻ, A സുരേഷ് എന്നിവർ രക്ഷാധികാരികളും G ഗംഗാധരൻ ചെയർമാനും K ഉണ്ണികൃഷ്ണൻ കൺവീനറും AK ധനേഷ് സെക്രട്ടറിയുമാണ്. വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. AKPA വടക്കാഞ്ചേരി യൂണിറ്റ് 40ാം വാർഷിക സമ്മേളനം നടന്നു. സമ്മേളനം മേഖലാ സെക്രട്ടറി മണി ചെറുതുരുത്തി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സമ്മേളനം മേഖലാ സെക്രട്ടറി മണി ചെറുതുരുത്തി ഉദ്ഘാടനം ചെയ്തു. കാരണം കൊണ്ടാണ് ആ 10 ലക്ഷം രൂപ കൊടുത്തത്. പക്ഷെ അത് പല മെമ്പർമാരും മറന്നു പോവുകയാണ്. പല മെമ്പർമാർ ഇന്നും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ കാർഡ് കൊണ്ട് എന്താണ് ഞങ്ങൾക്ക് ഗുണം, എന്തുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾക്ക് എന്താ ഗുണമുള്ളത്, ഞങ്ങളെന്താ മീറ്റിങ്ങിന് വന്നില്ലെങ്കിൽ എന്താ, ഞങ്ങൾക്ക് എന്താ വർക്ക് കിട്ടില്ലേ, ഞങ്ങൾക്ക് എന്താ വർക്ക് കിട്ടാതെ വല്ല കുറവുള്ളൂ. പക്ഷെ നിങ്ങളൊന്നും മനസ്സിലാക്കണം എന്താണെങ്കിൽ ഈ വർക്ക് എല്ലാം കിട്ടാൻ കാരണം കൊണ്ട് നമ്മളെമാരിലെ മുതിർന്ന അംഗങ്ങൾ, ഇപ്പൊ ജോർജേറ്റിനെ പോലെ, അതേപോലെ മറ്റേ ബാക്കി രാജശേഖരനെ പോലെ, പിന്നെ അതേമാതിരി ബാക്കിൻ്റെ ആളുകളെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത്. അപ്പൊ ആ പ്രസ്ഥാനത്തെ എന്തും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നിട്ട് ഇറങ്ങണമെന്നാണ് പറയുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് ഡെന്നി പാർലിക്കാട് അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി സുരേഷ് അൽഫ റിപ്പോർട്ടും ട്രഷറർ ഷോബി സൈൻ കണക്കും അവതരിപ്പിച്ചു. ഷാജി ലെൻസ്മാൻ മേഖലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുരളി PV, ബബീഷ്, പ്രസാദ്, വിനയൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. മേഖലയിലെ മുതിർന്ന അംഗങ്ങളായ ജോർജ്, ശ്രീധരൻ, ഐസക് എന്നിവരെ പരിപാടിയിൽ വെച്ച് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. കൂടാതെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും അനുമോദിച്ചു. തുടർന്ന് സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. യൂണിറ്റ് പ്രസിഡന്റായി ഡെന്നി പാർലിക്കാരനെയും, സെക്രട്ടറിയായി സുഭാഷിനെയും, ട്രഷററായി നസീർ ഹുസൈനെയും, വൈസ് പ്രസിഡന്റായി സുരേഷിനെയും, ജോയിന്റ് സെക്രട്ടറിയായി സുരേഷ് അൽഫയെയും, മേഖലാ കമ്മിറ്റി അംഗങ്ങളായി ബിബീഷ്, മിഥുൻ, ഷോബി സൈൻ എന്നിവരെയും, യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായി കൃഷ്ണകുമാർ, ഇംതിയാസ് എന്നിവരെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ SN കോളേജിൽ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ P രജനി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ SN കോളേജിലെ NSS യൂണിറ്റും PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസും സംയുക്തമായാണ്
ചൊവ്വാഴ്ച കോളേജ് അങ്കണത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസും സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഉണ്ടായി. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ രജനി പി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർമാരായ സി ഗിരിജ, പ്രശോഭ ശശികുമാർ, ലൈബ്രറിയൻ ശില്പ, ഓഫീസ് സ്റ്റാഫ് പ്രീത എന്നിവർ സംസാരിച്ചു. കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റമീല സന്യ, ഹൗസ് സർജന്മാരായ ഡോക്ടർ അഭിഷേക്, ഡോക്ടർ ആകാശ്, ഡോക്ടർ അഭിനവ്, ഡോക്ടർ ശ്രീഹരി, ഹെൽത്ത് ഇൻസ്പെക്ടർ ജയശങ്കർ എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ളത്, പിന്നെ അമിത രക്തസമ്മർദ്ദം ഉള്ളവരും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. പിന്നെ ലോകത്തിൽ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് എല്ലാത്തിലും മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പൊ 5 ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദമുള്ള ആളുകളെ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് മാത്രമേ തനിക്ക് അസുഖമുണ്ട് എന്ന് അറിയുള്ളൂ. ബാക്കി 4 പേർക്കും അത് അറിയുക പോലുമില്ല. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഗാന്ധി ജയന്തി ദിനത്തിൽ ഷൊർണൂർ ചുടുവാലത്തൂർ മൈത്രി നഗറിൽ നടത്തിയ ശുചീകരണം നഗരസഭാ കൗൺസിലർ KM ലത ഉദ്ഘാടനം ചെയ്തു. AB അബ്ദുള്ള അധ്യക്ഷനായി. CM അംബിക, AT രാധാകൃഷ്ണൻ, NV വിനോദ്, K ചാത്തുക്കുട്ടി നായർ, PV സരോജിനി അമ്മ, KJ മൈക്കിൾ, KK ശശി എന്നിവർ നേതൃത്വം നൽകി. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തിവരുന്ന ഈ ശുചീകരണം നല്ല രീതിയിൽ പ്രവർത്തിച്ച് അവസാനിക്കാൻ സാധിക്കട്ടെ എന്നും, അതുപോലെ നമ്മുടെ പ്രവർത്തനം നല്ല രീതിയിൽ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അഭിമാനകരമാണ് ആ പരിപാടി. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി പഴയന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരം ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K മുരളീധരൻ നിർവഹിച്ചു. ഷൊർണൂർ റോട്ടറി ക്ലബ്ബും ശ്രദ്ധ തൃശൂരും നെഹ്റു യുവകേന്ദ്രയുടെയും ആഭിമുഖ്യത്തിൽ പഴയന്നൂർ അയ്യച്ചാടി കോളേജിന്റെ സഹകരണത്തോടുകൂടിയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പരിപാടിയിൽ ശ്രദ്ധ പ്രസിഡന്റ് L അച്യുതൻ അധ്യക്ഷനായി. ശ്രദ്ധ സെക്രട്ടറി CP ഷനോജ് സ്വാഗതം ആശംസിച്ചു. പഴയന്നൂർ പഞ്ചായത്ത് ബ്ലോക്ക് അംഗം ശ്രീജയൻ വിശിഷ്ട അതിഥിയായി. റോട്ടറി കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ രാമു ചാത്തനാത്ത് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു. റോട്ടറി മെമ്പർഷിപ്പ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട്, അയ്യച്ചാടി NSS പ്രോഗ്രാം ഓഫീസർമാരായ PS ഷാനിഫ, E രമ്യ മുരളി എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. അയ്യച്ചാടി കോളേജ് പ്രോഗ്രാം ഓഫീസർ M ദിനേശ് മോഹൻ പരിപാടിക്ക് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ ഞാറക്കോട് NC രാമൻകുട്ടി ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു. മണ്ണൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ശിശുദിനം, ഈ ഓരോ ദിനാചരണങ്ങളും ആ മേഖലയെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഇടപെടലാണ്. ഇന്ന് പ്രായമായി മറ്റൊന്നും ചെയ്യാനില്ലാതെ, ചിലപ്പോൾ മക്കളുടെ തന്നെ സംരക്ഷണം കിട്ടാതെ, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ബോധപൂർവമാവില്ല, ജീവിതത്തിൽ തൊഴിലുമായോ മക്കോ ബന്ധപ്പെട്ട് വിദേശത്തോ മറ്റു സ്ഥലങ്ങളിലോ ആയിരിക്കും. പക്ഷെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളെ അഡ്രസ് ചെയ്യാൻ, അവരെ അഭിസംബോധന. വയോജന ദിനാചരണ ചടങ്ങിൽ P സുരേഷ് കുമാർ അധ്യക്ഷനായി. ചടങ്ങിൽ വിവിധ മേഖലകളിലുള്ളവരെ ആദരിച്ചു. കർഷകനായ OM വേലായുധൻ, പ്രവാസി വാപ്പൂട്ടി, അന്യസംസ്ഥാന തൊഴിലാളി രംഗൻ എന്നിവരെയാണ് ഉപഹാരം നൽകി ആദരിച്ചത്. NR രവീന്ദ്രൻ സ്വാഗതവും VK മുരളി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നാട്ടുമത്സ്യസമ്പത്തിന് കാവലായി ജീവകാരുണ്യ പ്രവർത്തകർ. വടക്കാഞ്ചേരി, കുമ്പളങ്ങാട്, വറ്റി തുടങ്ങിയ ചെറിയ വെള്ളക്കെട്ടിലെ 100 കണക്കിന് നാടൻ മീനുകൾക്ക് സുരക്ഷയൊരുക്കിയാണ് സുഹൃത്തുക്കൾ മാതൃകയായത്. ജീവകാരുണ്യ പ്രവർത്തകൻ പാർലക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷ്, ജയൻ തേക്കിങ്കാട്ടിൽ, എങ്കക്കാട് സ്വദേശി സുരേഷ് കൊടുവേലി എന്നിവരാണ് മീൻകൂട്ടത്തിന് സുരക്ഷ ഒരുക്കിയത്. പ്രദേശത്ത് തരിശു കിടക്കുന്ന പാടത്തിനരികിലൂടെ സഞ്ചരിക്കുന്നതിനിടയിലാണ് അതിവേഗം വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ വെള്ളക്കെട്ടിൽ 100 കണക്കിന് മീൻകുഞ്ഞുങ്ങളെ കണ്ടെത്തിയത്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും വെള്ളം വറ്റിയേക്കാവുന്ന സ്ഥലം കൊറ്റികൾ ഉൾപ്പെടെയുള്ള മത്സ്യപ്രിയരായ പക്ഷികളുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്നതും ഇത്രയധികം മീനുകൾ ഇവിടെ തുടരുന്നതിന് കാരണമായി. 2-3 ബക്കറ്റ് വെള്ളം മാത്രം അവശേഷിക്കുന്ന വെള്ളക്കുണ്ടിൽ തിങ്ങി നിറഞ്ഞ പരൽ, ബ്രാൽ മീനുകളെയെല്ലാം ശ്രദ്ധാപൂർവം പിടികൂടി പാർലക്കാട് വെള്ളതിരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രക്കുളത്തിൽ നിക്ഷേപിച്ചാണ് മൂവർ സംഘം സഹജീവി സ്നേഹത്തിന്റെ മാതൃക തീർത്തത്. പാർലക്കാട് വ്യാസ കോളേജിൻ്റെ അടുത്ത് ചെറിയൊരു ചാലിൽ 2 ബക്കറ്റ് വെള്ളം ഏകദേശമുള്ള ആ ഒരു സ്ഥലത്ത് 100 കണക്കിന് മീൻ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റി. അപ്പോൾ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഞാൻ, ജയൻ, സുരേഷ് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ കൂടി കൊണ്ടുവന്ന് ഇവിടെ അമ്പലക്കുളത്തിൽ നിക്ഷേപിച്ചു. അത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു. നാട്ടുമത്സ്യസമ്പത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ
മത്സ്യങ്ങൾക്ക് കരുതൽ ഒരുക്കിയ സംഭവം നാട്ടുമത്സ്യ സംരക്ഷണത്തിനും മാതൃകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടായി കണ്ടത്താർക്കാവ് പനൂർക്കാവിൽ സമ്പൂർണ്ണ ദേവി മഹാത്മ്യ പാരായണം നടത്തി. ഓലശ്ശേരി ദയാനന്ദാശ്രമത്തിലെ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലാണ് ദേവി മഹാത്മ്യ പാരായണം നടത്തിയത്. നിരവധി ഭക്തർ പാരായണ ചടങ്ങിൽ പങ്കെടുത്തു. പട്ടാമ്പി വാവന്നൂർ ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജ് മെറിറ്റ് ഡേയും യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാകായിക സാമൂഹിക മേഖലകളിൽ തിളങ്ങിയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആദരിച്ചു. ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജ് മെറിറ്റ് ഡേ 2024 കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാകായിക സാമൂഹ്യ മേഖലകളിൽ തിളങ്ങിയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് IAS ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഉപഹാരങ്ങളും അദ്ദേഹം സമ്മാനിച്ചു. തുടർന്ന് അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംവദിച്ചു. വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയെടുത്ത പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സമത്വ സ്കീമിലുള്ള ലാപ്ടോപ്പുകൾ അർഹരായ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. ഡയറക്ടർ PC ത്രിവിക്രമൻ, പ്രിൻസിപ്പൽ ഡോക്ടർ SP സുബ്രഹ്മണ്യൻ, ഡോക്ടർ KT മാധവൻ, സന്ദീപ് നിത്യാനന്ദൻ, S കണ്ണൻ, സ്നേഹ, മണികണ്ഠൻ, S സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് ശൃംഗേരി ശാരദാനഗർ ശ്രീ ശാരദാംബാൾ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് മഹാകുംഭാഭിഷേകത്തോടെ തുടക്കമായി. ഈ മാസം 12 വരെ ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ നടക്കുമെന്ന് ശൃംഗേരി ശാരദാപീഠം ഭാരവാഹി കരിമ്പുര രാമൻ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രാങ്കണത്തിൽ ഗണപതി ഹോമം, സഹസ്രനാമാർച്ചന, ദമ്പതി പൂജ, ചണ്ഡി ഹോമം തുടങ്ങിയവ നടക്കും. വിവിധ വഴിപാടുകൾക്കായി പ്രത്യേക സൗകര്യവുമൊരുക്കും. സമാപന ദിവസമായ 12-ന് വിജയദശമി ദിവസം വിദ്യാരംഭവും തുടർന്ന് വിദ്യാർത്ഥികൾക്ക് സംഗീതം ആലപിക്കാൻ വേദിയുമൊരുക്കും. ഇതിനുവേണ്ടി മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് പുസ്തക പൂജയ്ക്കുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്. മഠത്തിൻ്റെ ശാരദാപീഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നവരാത്രി നമ്മൾ 9 ദിവസം സംഗീത കച്ചേരി, ഇക്കൊല്ലം നമ്മൾ പ്രത്യേകിച്ച് വളരുന്ന കുട്ടികൾക്ക് സംഗീതാർച്ചന ചെയ്യാനായിട്ട് വിദ്യാർത്ഥി ദിനം, അതായത് 12-ാം തീയതി രാവിലെ മുതൽ ഉച്ചവരെ കുട്ടികൾക്കൊരു പ്ലാറ്റ്ഫോം. അന്ന് തന്നെ വിദ്യാരംഭം. ഈ ശാരദാപീഠം എന്ന് പറഞ്ഞാൽ ഒരു സരസ്വതിൻ്റെ കടാക്ഷമുള്ളൊരു സ്ഥലമാണ്. കൺവീനർ R വൈദ്യരത്നം, P സന്താനഗോപാലൻ, MR കൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാമ്പാടി ശ്രീശങ്കര തപോവനത്തിൽ ഒക്ടോബർ 3-ന് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും. ആശ്രയ റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടക്കുകയെന്ന് ഭാരവാഹികൾ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രാർത്ഥനാ സാഫല്യവും വിദ്യയും സദ്ബുദ്ധിയും രോഗമുക്തിയും അഭിവൃദ്ധിയും പൂജകളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. സമാപന ദിവസമായ 13-ന് മഹാസരസ്വതി ഹോമം നടക്കും. ചിറ്റൂർ വ്യാസ പരമാത്മാ മഠാധിപതി വ്യാസാനന്ദ ശിവയോഗി യജ്ഞത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഒക്ടോബർ 3 മുതൽ 13 വരെ നവരാത്രി മണ്ഡപത്തിൽ വിവിധ പൂജകളുണ്ടാകും. 10-ന് പൂജവെപ്പും 11, 12, 13 തീയതികളിൽ ആയുധപൂജ, പുസ്തകപൂജ, വാഹനപൂജ എന്നിവയും നടക്കും. ശ്രീ ശങ്കര തപോവൻ ആയുർവേദ സത്യസെൻ്ററായിട്ട് കുറേ കാലം അവിടുത്തെ പ്രവർത്തനങ്ങൾ 2 ബിഷപ്പുമാരായിട്ടുള്ള സ്വാമി ശിവാനന്ദ യോഗി, നിർമ്മലാനന്ദഗിരി സ്വാമിജിമാരെ അവിടെ കേന്ദ്രീകരിച്ച് അനേക പ്രവർത്തനങ്ങൾ, ആധ്യാത്മിക പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആതുര ശുശ്രൂഷ രംഗത്ത് വളരെ പ്രഗത്ഭമായ രീതിയിൽ പല മരുന്നുകൾ കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സയൊക്കെ നടത്തിയ സ്ഥലം അവരുടെ സമാധിക്ക് ശേഷം അത് കുറച്ചു കാലം പ്രവർത്തനരഹിതമായി കിടന്നു. അതിനെ വീണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ ആത്രേയ ഫൗണ്ടേഷൻ കോർഡിനേറ്റർ A പ്രദീപ്,
വ്യാസാനന്ദ, ശിവയോഗി, രാമനാഥൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംഘടന പോരായ്മയും വ്യക്തിമേൽക്കോയ്മയും CITU പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗത്തിൽ പ്രധാന വിഷയമായി. ആവശ്യമായ തിരുത്തലുകൾ ഉണ്ടാകും. പാർട്ടി അച്ചടക്ക നടപടിക്കു ശേഷം PK ശശി പൊതുവേദിയിലെത്തി. ജില്ലാ കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് CITU ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്ന PK ശശി. സംവരണവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ അജണ്ട പിന്നോക്ക വിഭാഗക്കാരെ അടിമകളാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമെന്ന് കേരള ദളിത് പാന്തേഴ്സ് കൺവീനർ K. അംബുജാക്ഷൻ. നിയമപരിമിതികൾ ഉപയോഗപ്പെടുത്തി ചാതുർവർണ്ണയത്തിലേക്ക് സമൂഹത്തെ നയിക്കാനാണ് സംഘപരിവാർ ശ്രമമെന്നും K. അംബുജാക്ഷൻ. സുപ്രീംകോടതിയുടെ ക്രിമിലെയർ ഉപസംവരണ വിധി ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ പാലക്കാട് പട്ടികജാതി പട്ടികവർഗ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തുറന്ന സംവാദം. പട്ടാമ്പി ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ CPM ലോക്കൽ സമ്മേളനങ്ങൾക്ക് തുടക്കം. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഏരിയയിലെ ആദ്യ ലോക്കൽ സമ്മേളനം നടന്നത് മുതുതലയിൽ. ഏരിയയിൽ നടക്കാനുള്ളത് 15 ലോക്കൽ സമ്മേളനങ്ങൾ. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തകർച്ചയിലായ ഷൊർണൂർ കുളപ്പുള്ളി പൊതുമരാമത്ത് റോഡിൽ നവീകരണ പ്രവൃത്തി പുനരാരംഭിച്ചു. റൂട്ടിൽ BM പ്രവൃത്തിക്ക് തുടക്കം. രാവിലെ പ്രവൃത്തികൾ ആരംഭിച്ചത് ഷൊർണൂരിലെ റെയിൽവേ മേൽപ്പാലം അടച്ചിട്ട്. തെക്കേ റോഡ് വഴി തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിട്ടെങ്കിലും ഗതാഗത ക്ലേശം രൂക്ഷമായി. 2 ദിവസത്തെ ബീവറേജ് അവധി മുതലെടുത്ത് അനധികൃത മദ്യവിൽപ്പനയ്ക്കിറങ്ങിയ പാലക്കാട് കല്ലേപ്പള്ളി സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. 30 ലിറ്റർ വിദേശ മദ്യം സ്കൂട്ടറിൽ ഒളിപ്പിച്ച് വിൽപ്പനയ്ക്കായി പോകുകയായിരുന്ന കല്ലേപ്പള്ളി സ്വദേശി ഹരി പിടിയിലായത് എക്സൈസിന്റെ വാഹന പരിശോധനയ്ക്കിടെ പാലക്കാട് നഗരത്തിൽ വെച്ച്. അഹിംസയുടെ പ്രവാചകനെ സ്മരിച്ച് രാഷ്ട്രം. ഗാന്ധി ജയന്തി ദിനത്തിൽ നാടെങ്ങും വിപുലമായ പരിപാടികൾ. വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസിന്റെ ഗാന്ധി സ്മൃതി. രാഷ്ട്രപിതാവിന്റെ ജന്മദിനത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനും സ്വച്ഛതാ ഹി സേവാ പ്രവർത്തനങ്ങളും ആഘോഷമാക്കി ഷൊർണൂർ നഗരസഭ. നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിക്കും ഷൊർണൂരിൽ തുടക്കം. മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും വിപുലമായ പരിപാടികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.